ഭിന്നശേഷി സംവരണം പാലിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിൽ മറ്റ് അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വഴങ്ങി സർക്കാർ. NSS കേസിലെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന നിലപാട് തിരുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നിലവിലെ സാഹചര്യത്തിൽ NSS മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ഈ വിധി NSS മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്ന് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിക്കും. ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിന്റെയും മാനേജ്മെന്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ തീരുമാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിശദാംശങ്ങൾ KR സാജു നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ക്രൈസ്തവ സഭകളുടെ എതിർപ്പ് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടുകൂടിയാണ് ഈ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സഭകൾക്ക് സർക്കാർ വഴങ്ങിയത്. ദിവ്യ, നമുക്കറിയാം 1996 മുതലുള്ള ഭിന്നശേഷി നിയമനത്തിലെ ബാക്ക്ലോഗാണ് നികത്താനുള്ളത്. ആ ബാക്ക്ലോഗ് നികത്താത്തതിന്റെ പേരിലാണ് 2018 മുതൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമന അംഗീകാരങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് NSS സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അവർക്ക് അനുകൂലമായ ഒരു വിധി കിട്ടുന്നു. ആ വിധി ഇങ്ങനെയായിരുന്നു: ഭിന്നശേഷി സംവരണ സീറ്റുകൾ എത്രയാണോ അത് ഒഴിച്ചിട്ട ശേഷം ബാക്കിയുള്ള മുഴുവൻ അധ്യാപക തസ്തികയിലേക്കും നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി. എന്നാൽ സർക്കാർ അക്കാര്യത്തിലെടുത്ത നിലപാട് അത് NSSന് മാത്രം അനുകൂലമായിരുന്ന വിധിയാണ് എന്ന്, അത് മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നായിരുന്നു സർക്കാർ ഇതുവരെ എടുത്ത നിലപാട്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടുകൂടി ക്രൈസ്തവ സഭകൾ സർക്കാരിന് മുകളിൽ വലിയ സമ്മർദ്ദവുമായി എത്തുന്ന സാഹചര്യമുണ്ടായി. അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായേക്കുമെന്ന ആശങ്കകൾ സർക്കാരിന് തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സമവായത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കാനുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ചാണ് NSSന് അനുകൂലമായി ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾ കൂടി ബാധകമാണ് എന്ന നിലപാട് തിരുത്തലിലേക്ക് ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ നിയമോപദേശം നേടിയിരുന്നല്ലോ സർക്കാർ. അപ്പോൾ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കാൻ കഴിയില്ല എന്ന നിയമോപദേശമായിരുന്നില്ലേ ലഭിച്ചിരുന്നത്? ദിവ്യ, ഒരു തവണയല്ല 2 തവണയാണ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം നേരത്തെ നൽകിയിരുന്നത്. അതുപ്രകാരം അത് NSSന് അനുകൂലമായ വിധി മാത്രമാണ്, മറ്റു മാനേജ്മെന്റുകൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മാനേജ്മെന്റുകൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു: സിമിലർ സൊസൈറ്റികൾക്ക് കൂടി ഇത് ബാധകമാണ് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ ഉണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് സർക്കാർ അന്ന് അംഗീകരിച്ചിരുന്നില്ല. ഒരു തരത്തിലും വഴങ്ങില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിലപാട്. ആദ്യം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കപ്പെടട്ടെ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുകയാണ്. കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തിന് ഇപ്പോൾ സർക്കാർ വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാണ് എന്ന് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. 16 ഇതുമായി ബന്ധപ്പെട്ട ചില മാനേജ്മെന്റുകൾ നൽകിയ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ നിലപാട് ഇതാണ് എന്ന കാര്യം അറിയിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അന്തിമമായ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാനുമുള്ള തീരുമാനമാണ് ഇന്ന് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഭിന്നശേഷി സംവരണത്തിന്റെയും സാമൂഹ്യ നീതിയും പറഞ്ഞ് എടുത്ത നിലപാടിനെ ന്യായീകരിച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് തുല്യനീതി എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ കിട്ടണം എന്ന നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടുള്ള വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാർ തന്നെ
തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നിലവിലെ ആകെയുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ എണ്ണം 4999 അവിടെ ഭിന്നശേഷി നിയമനത്തിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മാനേജ്മെന്റുകളുടെ എണ്ണം 1329 മാത്രമാണ്. അതായത് സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിൽ നാളിതുവരെ നിയമനം നൽകിയ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം പോലും 1503 മാത്രമാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നൽകിയിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ എണ്ണം 1109. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന, അതായത് ഭിന്നശേഷി ഒഴിവുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന മാനേജ്മെന്റുകൾ 4999 3670 പേരും